ഇനി ഈട് വെക്കാതെ ലോൺ കിട്ടുമോ? ഈട് വെക്കണം. ഈട് വെക്കാനായിട്ട് വാടകക്കാരൻ വീടിന്റെ പ്രമാണം തരണ്ടേ? അപ്പം വാടക വീട്ടിലാണ് താമസിക്കണേ. അവിടെ നിന്നിട്ടാണ് ലോണിന് അപേക്ഷിച്ചത്. അടിപൊളി, ലോൺ കിട്ടും. ലോണില്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും കിട്ടും. ഞാൻ പൊക്കോട്ടെ എന്നാ. അല്ല അല്ല, എന്തെങ്കിലും ഒരു എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. പോവല്ലണ്ണ അവസാനമായിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു എന്നിട്ട് പോണ. തലവേദനയായാലും ഒരു മിമിക്രി ആർട്ടിസ്റ്റിന് എന്താ വേണ്ടതെന്നറിയാം. കൊല്ലും ഞാൻ നിന്നെ. അഡ്വാൻസ് തന്ന് പറയരുത്. ഒരു മിമിക്രി ആർട്ടിസ്റ്റിന് വേണ്ടത് ടൈമിംഗ് ആണ്. നിങ്ങളുടെ കെട്ടിയവന് ടൈമിംഗ് ഇല്ല. അയ്യോ, അത് എന്റെ അണ്ണൻ അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്. അണ്ണന് ഭയങ്കര ടൈമിങ്. ഓ, ഒരു ദിവസം ഉണ്ടല്ലോ എന്റെ അച്ഛൻ പ്ലാവിന്ന് വീണ് അപ്പൊ തന്നെ എന്റെ അണ്ണൻ എടുത്തോണ്ട് ആശുപത്രി കൊണ്ടുപോയിപ്പോ ഡോക്ടർ എന്തിനു പറഞ്ഞെന്നറിയാമോ? ടൈമിങ്ങിന് കൊണ്ടുവന്നത് കൊണ്ടാണ് എന്റെ അച്ഛൻ രക്ഷപ്പെട്ടതെന്ന്. അല്ല, അതെങ്ങനെ ഇത്ര ടൈമിങ്ങിന് ചെന്ന്? അത് വേറൊന്നുമല്ല, മഴയൊക്കെ പെയ്ത് പ്ലാവ് മൊത്തം വഴിക്കലായിട്ട് കിടക്കുമല്ലേ. എവളച്ഛൻ പ്ലാവിൽ കയറിയപ്പോഴേ ഞാൻ ഓട്ടോ വിളിച്ച്. അതാണ് ടൈമിങ്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു നമുക്ക്. നിങ്ങളെ പ്രത്യേകിച്ച് ഒന്നും പഠിക്കാൻ നിൽക്കണ്ട. ഇപ്പം ഇവിടെ കാണിച്ചത് ഉണ്ടല്ലോ, അത് അങ്ങനെ തന്നെ സ്റ്റേജിൽ കാണിച്ചാൽ മതി. ഒന്നാം സ്ഥാനം നിങ്ങൾക്ക് ഉറപ്പാണ്. അതെ, നമ്മൾ ജയിക്കുമോ? ജയിക്കും. തള്ളേ നിങ്ങൾ പടക്കം. അത് നമ്മൾ പറയണല്ലേ. ദൈവമേ, ഉമ്മാരുടെ കൂടെ നിന്ന് എൻ്റെ ഭാഷയെ മാറിപ്പോയല്ലോ. എൻ്റെ പൊന്നടാവേ, ഹാവു തിരിച്ചു കിട്ടി. അണ്ണാ, അപ്പൊ നമ്മൾ ജയിക്കുമോ? അണ്ണാ, തള്ളേ നമ്മളും പൊളക്കും.